പ്രായപരിധി നിബന്ധനയ്ക്കെതിരെ CPM പാർട്ടി കോൺഗ്രസിൽ സംസ്ഥാന ഘടകങ്ങളുടെ നീക്കം. 75 വയസ്സ് എന്ന നിബന്ധന ഒഴിവാക്കണമെന്നാണ് ആവശ്യം. പ്രവർത്തന പരിചയവും പ്രവർത്തന പാരമ്പര്യവുമുള്ള നേതാക്കൾ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോകുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് ഗ്രൂപ്പ് ചർച്ചകളിലെ പൊതുവികാരം. പ്രായപരിധി ഒഴിവാക്കണമെന്ന് കേരള ഘടകത്തിലും അഭിപ്രായമുയർന്നു. ഗ്രൂപ്പ് ചർച്ചയിൽ 4 പേർ ഈ അഭിപ്രായം ഉയർത്തി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. VV അരുൺ വിവരങ്ങളുമായി മധുരയിൽ നിന്ന് ചേരുന്നു. അരുൺ, പ്രായപരിധിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഈ അഭിപ്രായം സൂചിപ്പിക്കുന്നതായി ഇതിനു മുൻപും CPM നേതാക്കളിൽ നിന്ന് വന്നതാണ്. ഇത് ഏത് തരത്തിലാണ് ഗ്രൂപ്പ് ചർച്ചയിലൊക്കെ ഈ വിഷയം ഉയർന്നു വന്നിരിക്കുന്നത്? അപർണ, 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ചേർന്ന 23-ാം പാർട്ടി കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതികളുടെയാണ് പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിലുള്ളവരുടെ പ്രായപരിധി 75ആയി കുറച്ചത്. അത് വലിയ തെറ്റായി പോയി, അല്ലെങ്കിൽ ശരിയായ നീക്കമായതിന്റെ അഭിപ്രായം പാർട്ടിയിൽ സജീവമാണ്. ഈ പാർട്ടി കോൺഗ്രസിൽ അതുകൊണ്ടാണ് ഇത്തരമൊരു അഭിപ്രായം ഉയർന്നു വരുന്നത്. 75 വയസ്സ് എന്നത് അങ്ങനെ നിജപ്പെടുത്തരുത്. കാരണം പ്രായം മാത്രമാകരുത് പാർട്ടിയുടെ പദവികളിൽ തുടരാനും ഒഴിയാനുമുള്ള യോഗ്യത അല്ലെങ്കിൽ മാനദണ്ഡം എന്നുള്ള അഭിപ്രായമാണ് പൊതുവിൽ ഉയർന്നത്. ഇന്നലെയാണ് ഗ്രൂപ്പ് ചർച്ച. പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിനും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിനും ഉള്ള ചർച്ചയിൽ പങ്കെടുക്കേണ്ട പാർട്ടിയുടെ ഘടകങ്ങളുടെ സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് ചർച്ച ഇന്നലെയാണ് നടന്നത്. ആ ചർച്ചയിൽ ഉൾപ്പെടെ ഇത്തരമൊരു അഭിപ്രായം ഉയർന്നു വന്നു. ഈ പ്രായപരിധി നിബന്ധന ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നു. പ്രായപരിധി മാത്രം മാനദണ്ഡമാക്കിയാൽ വലിയൊരു ശൂന്യത അത് പാർട്ടിയുടെ നേതൃത്വങ്ങളിൽ സൃഷ്ടിക്കും. അത് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ തന്നെ 6 പേർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒഴിച്ചു നിർത്തിയാൽ പോലും 6 പ്രധാനപ്പെട്ട നേതാക്കൾ പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് 75 വയസ്സ് പിന്നിട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒഴിയേണ്ടി വരും. അതിൽ പലരും ഇപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിലടക്കം സജീവമായി നിൽക്കുന്ന നേതാക്കളാണ്. പ്രകാശ് കാരാട്ട്, ഇപ്പോഴത്തെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ, ബൃന്ദ കാരാട്ട്, സൂര്യകാന്ത് മിശ്ര, മണിക് സർക്കാർ, സുഭാഷിണി അരി, G രാമകൃഷ്ണൻ എന്നിവർക്കാണ് പിണറായിക്ക് കൂടാതെ 75 വയസ്സ് പിന്നിട്ടവർ. ഇവരൊക്കെ സ്വാഭാവികമായും PBയിൽ നിന്ന് ഒഴിയേണ്ടി വരും. കേന്ദ്ര കമ്മിറ്റിയിലും അത്തരത്തിൽ വലിയ മാറ്റമുണ്ടാകും. സംസ്ഥാനത്ത് മാത്രം PK ശ്രീമതിയും AK ബാലനും ഒഴിയേണ്ടി വരും. മറ്റ് സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ പ്രായപരിധി നിബന്ധന കാരണം മാറേണ്ട ആളുകൾ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ ശൂന്യത പാർട്ടിയുടെ നേതൃത്വങ്ങളിൽ സൃഷ്ടിക്കപ്പെടും. പ്രത്യേകിച്ചും സീതാറാം യെച്ചൂരിയെ പോലെ വളരെ ജനകീയനായ ഒരു പൊതുസമ്മതനായ നേതാവ് ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അകാല നിര്യാണം സൃഷ്ടിച്ച വിടവ് നികത്താൻ CPM അത്ര എളുപ്പമൊന്നും കഴിയുകയുമില്ല. അതിനൊപ്പം ഈ ഒരു വലിയ സമ്പത്തുള്ള വലിയ അനുഭവപരിചയമുള്ള തലമുറ കൂടി ഒറ്റയടിക്ക് ഒഴിവായി പോകുന്നത് പാർട്ടിയുടെ നേതൃസമിതികൾ വലിയ ശൂന്യത സൃഷ്ടിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കണം. ആ പ്രായപരിധിയുടെ കാര്യത്തിൽ പുനരാലോചന വേണമെന്നാണ് CPMന്റെ ഈ സംസ്ഥാന ഘടകങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. കേരള ഘടകത്തിന് സമാന അഭിപ്രായമുണ്ട്. അത് കേരള ഘടകത്തിന്റെ പൊതു അഭിപ്രായമായി ഇതുവരെയും രൂപാന്തരപ്പെട്ടില്ല. പക്ഷേ ഇതിന്റെ ഗ്രൂപ്പ് ചർച്ചയിൽ 4 പ്രതിനിധികളെങ്കിലും ഇത്തരത്തിൽ ഈ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ പൊതു ചർച്ചയിൽ ഉന്നയിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ കേരളം ഒരു കടുത്ത നിലപാട് ഇതിൽ സ്വീകരിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. കഴിഞ്ഞ തവണ കൊണ്ടുവന്ന ഭേദഗതി വീണ്ടും അല്ലെങ്കിൽ ആ ഭരണഘടനാ ഭേദഗതി മാറ്റാനുള്ള തീരുമാനം ഉണ്ടാകാം. നാളത്തെ സമ്മേളനത്തിൽ അജണ്ടയെ ഒരു ഭരണഘടനാ ഭേദഗതി പാർട്ടിയുടെ ഭരണഘടനയിൽ കൊണ്ടുവരാനുള്ള അജണ്ടയുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അത്തരത്തിൽ പ്രായപരിധി നിബന്ധനയിൽ വലിയ ഇളവ് വേണം എന്ന ഒരു ആവശ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. അതെങ്ങനെയാണ് പാർട്ടി കോൺഗ്രസ് പരിഗണിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പാർട്ടി കോൺഗ്രസിൽ അത് ഒരു പൂർണ്ണ അഭിപ്രായം, അതിൽ അനുയോജ്യമായ അഭിപ്രായം ഉണ്ടായാൽ മാത്രമേ അതിൽ മാറ്റമുണ്ടാകൂ. ഏതായാലും അത്തരം ആവശ്യം ഒരു പൊതുവികാരമായി തന്നെ സംസ്ഥാന ഘടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തിനും അത്തരത്തിൽ ചൂണ്ടിക്കാട്ടാൻ ഒന്നിലധികം പേരുകളും ഉണ്ട് എന്നതാണ് വസ്തുത. വൈകിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒപ്പം പിണറായി വിജയനും പങ്കെടുക്കുന്ന സെമിനാറും അത് ഏത് തരത്തിലാണ് ഉറ്റുനോക്കപ്പെടുന്നത്? അപർണ, കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും CPMന്റെ ക്ഷണമനുസരിച്ച് MK സ്റ്റാലിൻ കണ്ണൂരിലെത്തി പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് മധുരയിൽ നടക്കുമ്പോൾ DMKയുടെ കൂടി സഹായത്തോടുകൂടി CPM ജയിച്ചു പോകുന്ന മധുരയിൽ ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അവിടെയും സ്റ്റാലിൻ എത്തുകയാണ്. നമുക്കറിയാം CPMവുമായും കേരള സർക്കാരുമായൊക്കെ വളരെ ചേർന്ന് പോകുന്ന ഒരു നേതാവാണ് MK സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെയാണ് ഫെഡറലിസത്തിന്റെ ശക്തി ഇന്ന് ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ ഒരു സെമിനാറിൽ സ്റ്റാലിനും പങ്കെടുക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് ഈ തമുക്കം ഗ്രൗണ്ടിൽ തന്നെ ആ സെമിനാർ നടക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചർച്ചയടക്കം കേരളത്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇന്നലെ എല്ലാം ഉയർന്നു വന്ന കാര്യങ്ങൾ ഏത് തരത്തിൽ കൂടിയാണ് കേന്ദ്ര നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഏത് തരത്തിലാണ് വരുന്നത്?
പാർട്ടി കോൺഗ്രസിൽ വരുന്ന സെമിനാറാണ് അത്തരത്തിൽ കേരള സർക്കാരിനെതിരെയുള്ള കേന്ദ്ര നീക്കങ്ങളെ തുറന്നുകാട്ടണം, അതിനെ പ്രതിരോധിക്കണം, കിഫ്ബി അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു പ്രമേയമാണ് CPM പാസ്സാക്കാൻ പോകുന്നത്. അത് സംസ്ഥാനത്ത് കേരളം മാത്രമാണ് BJP അടിയിൽ പ്രതിരോധിച്ചു നിൽക്കുന്ന ഒരു സർക്കാർ ഉള്ളത് എന്നൊരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM അത്തരമൊരു പ്രമേയം കൊണ്ടുവരുന്നത്. പ്രായപരിധി നിബന്ധന, CPM-ലെ പ്രായപരിധി നിബന്ധന ഒഴിവാക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വരുന്നു. അതാണ് മധുരയിൽ നിന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, നേതാക്കന്മാർ കൂട്ടത്തോടെ ഒഴിയുന്നു, അതുകൊണ്ട് ഈ 75 വയസ്സ് നിബന്ധന ഒഴിവാക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കേരള ഘടകം തന്നെ പ്രായപരിധി ഒഴിവാക്കണമെന്ന് ശക്തമായി പറഞ്ഞിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നു. ഏത് രീതിയിൽ താങ്കൾ അത് കാണുന്നു? ഈ പ്രായപരിധി എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല. അത് ഏതോ ഘട്ടത്തിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. എന്റെ അഭിപ്രായത്തിൽ അത് വളരെ അശാസ്ത്രീയമാണ്. പ്രായം 75 വയസ്സ് എന്ന് നിശ്ചയിച്ച് അതിനുശേഷം അവരുടെ കർമ്മശേഷി നഷ്ടപ്പെടുന്നു എന്ന രീതിയിലുള്ള ഒരു നിലപാട് ശരിയല്ല. വളരെ പ്രായമായ ശേഷം പലരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പോഴും നമുക്ക് കാണാം പല രംഗങ്ങളിൽ. അതുകൊണ്ട് ഈ വയസ്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ നിബന്ധന, പ്രായപരിധി, അത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ പലയിടത്തും നമ്മളത് കാണാറുണ്ട്. ഇപ്പോൾ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ 80 വയസ്സ് കഴിഞ്ഞ കർദിനാൾമാർക്ക് വോട്ടവകാശമില്ല. അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാർ അവർ 75 വയസ്സാകുമ്പോൾ അധികാരം ഒഴിയണം. അങ്ങനെ വ്യവസ്ഥകൾ വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് 75 വയസ്സായാൽ നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊതുപ്രവർത്തനം, പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് പറയുന്നതിന് തുല്യമാണ്. അത് അത്ര വിവേകപൂർവമായ ഒരു നിലപാടോ നടപടിയോ അല്ല. ഈ പ്രായപരിധി കർശനമാക്കുകയാണെങ്കിൽ 7ഓളം പേര് PBക്ക് പുറത്താകുന്ന ഒരു സാഹചര്യം, മുഖ്യമന്ത്രി പിണറായി വിജയന് ഉള്ള ഒരു ഇളവ് സ്വാഭാവികമായിട്ടും മറ്റു നേതാക്കന്മാർക്കും കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായിരിക്കും മധുരയിൽ നിന്ന് ഉയരുന്ന ഈ ഒരു പൊതുവികാരം, അല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഈ 75 വയസ്സ് എന്നൊരു പരിധി പാർട്ടി നിശ്ചയിച്ചാൽ പിന്നെ അനിവാര്യത ആർക്കും കൽപ്പിക്കേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രിക്കാണെങ്കിൽ പോലും. അതിന്റെ ഒരു യുക്തി അതാണല്ലോ. പക്ഷെ നമുക്കറിയാം, കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പിണറായി വിജയന് റിട്ടയർ ചെയ്തു പോകുന്നതിനുള്ള സമയമായിട്ടില്ല. അദ്ദേഹത്തിന് കുഴപ്പമില്ലായിരിക്കാം, പക്ഷേ പാർട്ടിക്ക് അത് അത്ര അനുഗുണമായ കാര്യമല്ല. അപ്പൊ അവിടെ ഈ ഇളവുകൾ ചെയ്യുന്നതിന് പകരം ഈ നിബന്ധനയിൽ അതിനൊരു യുക്തിസഹമാക്കുക. 75 വയസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി ആളുകളെ പുറത്താക്കുന്നതിന് പകരം ആളുകളുടെ ആരോഗ്യസ്ഥിതി, മറ്റു കാരണങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള യുക്തിസഹമായ തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ കഴിയണം. ആ ഒരു നിർദ്ദേശത്തിലേക്കാണ് മധുര കടക്കുന്നതെങ്കിൽ അത് സംസ്ഥാനത്തും സ്വാഭാവികമായിട്ട് ആ ഒരു കീഴ്വഴക്കത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായും. കേരളത്തിലെ തീരുമാനം എന്താണെങ്കിലും അത് കേരളത്തിന് കൂടി ബാധകമായിരിക്കുമല്ലോ. നമുക്ക് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി 5 വർഷം ഭരിച്ചത് എത്രാമത്തെ വയസ്സിലായിരുന്നു നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ വയസ്സ് അതൊന്നും അല്ല പ്രശ്നം. ഒരാൾ അനിവാര്യനാണ് എന്ന് തോന്നിയാൽ ആ അനിവാര്യതയെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അയാൾക്ക് അവസരം നൽകുക. അതിന് പകരം യാന്ത്രികമായ ഈ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് ആനുകൂല്യങ്ങളൊന്നുമില്ല. ആ കൃത്യ ദിവസം റിട്ടയർ ചെയ്യണം എന്നതുപോലെയുള്ള ഒരു റിട്ടയർമെന്റ് അല്ല പാർട്ടി സംഘടനയിൽ നിന്ന് പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടത്. വളരെ നന്ദി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ് പ്രതികരിച്ചത്. പ്രായപരിധി ഇളവ് ഉണ്ടായേക്കും, അനുഭവ സമ്പത്താണ് പാർട്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു പൊതുവികാരമാണ് മധുര CPM പാർട്ടി കോൺഗ്രസിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് അത് മയപ്പെടുമോ? CPM കേന്ദ്ര കമ്മിറ്റി എടുത്ത ആ തീരുമാനത്തിൽ മയപ്പെടുമോ മധുരയിൽ എന്ന് കൂടിയാണ് കാണുന്നത്. കേരള ഘടകവും ഈ ആവശ്യം ഉന്നയിച്ചതായി കൂടിയാണ് VV അരുൺ മധുരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.